അങ്ങ് മണിപ്പൂരിലേക്ക് നോക്കൂ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ക്രിസ്ത്യൻസിനെ അവരൊന്നും ചെയ്യുന്നില്ല. അതാരാണ് പറയുന്നത്? കേരളത്തിൽ നിന്നും BJP-ക്കാരാണ് പറയുന്നത്. BJP-ക്കാർ അവിടെ തല്ലുണ്ടാക്കി ഇവിടെ കുളം കലക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ക്രിസംഗികൾക്കൊക്കെ ഇപ്പൊ 8ന്റെ പണിയും കിട്ടി. കരോൾ നടത്തിയതിലെ കയറി അങ്ങ് ആക്രമിച്ച് 8ഓളം ആളുകളെ ആക്രമിച്ച് വടിയും ചങ്ങലയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് യാതൊരു പരാതിയുമില്ല. അത് കഴിഞ്ഞ് സ്കൂളുകളിൽ നടത്തുന്ന ഇത്തരം ക്രിസ്മസ് പ്രോഗ്രാമുകൾ അടിച്ചു തമർത്തു, ഒരു പ്രശ്നവുമില്ല. ഓഹ്, എന്ത് രസമാണല്ലേ ക്രിസംഗികളുടെ അവസ്ഥ. ഇങ്ങനെ BJP-യെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ നാണമില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മതരാജ്യം സ്വപ്നം കണ്ട് നടക്കുന്ന BJP-ക്കാരെ നിങ്ങൾ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുക? ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം. ഏകദൈവ വിശ്വാസം തന്നെയാണ് ക്രിസ്ത്യൻസിനുള്ളത്, മുസ്ലിങ്ങൾക്കുള്ളത്. മുസ്ലിങ്ങൾക്ക് നേരെ BJP-ക്കാർ ഓരോ കയറൂരി വിടുമ്പോൾ കയ്യും കെട്ടി നടക്കട്ടെ എന്ന് ചിന്തിച്ച ക്രിസംഗികൾക്ക് ഇപ്പൊ എന്ത് കിട്ടി? നല്ല പണി കിട്ടിയില്ലേ? ഒരിക്കലും ഈ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, ധാരണയുമുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ കഴിയുന്നില്ല. വഖഫ് ബോർഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ അവരെ ഒഴിച്ചു നിർത്തുകയും ചെയ്തവർ കുറെ ക്രിസംഗികളുണ്ട്. ആ ക്രിസംഗികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇപ്പോ നിങ്ങൾക്ക് നേരെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായപ്പോ കൂടെ നിന്നത് ഇസ്ലാം സമുദായമാണ്. അവർ കൃത്യമായിട്ട് എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മതസൗഹാർദ്ദം നിലനിർത്തുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ആ കടമയിൽ എല്ലാവരും ഒറ്റക്കാണ് നിൽക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമാണ്. കൂട്ടമായി നിൽക്കുക. മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അഴിഞ്ഞാട്ടം അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇവിടെ കയ്യും കെട്ടി നോക്കി നിന്ന ക്രിസംഗികളോട് എനിക്ക് എന്താ പറയാനുള്ളത്? അവിടെയുള്ള പള്ളിക്കടയിൽ ശിവലിംഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോണ്ടി പൊളിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാണ്ട കയ്യും കെട്ടി നോക്കി നിന്നില്ലേ? അതിനുള്ളൊക്കെ പണി കാലം തന്നതാണെന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, എന്തായാലും കേരളത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പേടിക്കാനൊന്നുമില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന നാടായതുകൊണ്ട് വല്ലാണ്ട് പേടിക്കേണ്ടതായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇവിടെയുള്ള പോലീസുകാർ പോലും എന്തുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു പള്ളിയിൽ നടത്തുന്ന പ്രോഗ്രാമിന് അനുമതി കൊടുക്കാതിരുന്നതും അങ്ങോട്ട് വന്ന ഇനി ഒരു ശബ്ദമെങ്ങാനും പുറത്തു വന്നാൽ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞത്? അപ്പോ സംഗി ട്രൗസർ ഇട്ട പോലീസുകാരുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ കരോൾ നടക്കുമ്പോൾ അവിടേക്ക് ഒരു കൂട്ടം ആളുകൾ കയറി വന്നിട്ട് അവന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഇതുവരെ പോലീസുകാർ, എന്തുകൊണ്ട് പറയുന്നില്ല, എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? അവരുടെ പേര് പുറത്തേക്ക് വിട്ടിട്ടില്ല, എന്തുകൊണ്ട് പറയുന്നില്ല, എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? ഇതൊക്കെ ചോദ്യചിഹ്നമാണ്. പുറത്തു വിടേണ്ട സമയത്ത് തന്നെ പുറത്തു വിടുക തന്നെ വേണം. ഇവർക്ക് നേരെയും അഴിഞ്ഞാട്ടം നടക്കുകയാണ്. ഓക്കെ, വഖഫ് ബോർഡ്, പിന്നെ ഹലാൽ ഫുഡ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ക്രിസംഗികൾ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ? മണിപ്പൂരിനെ കുറിച്ചിട്ട് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള BJP-ക്കാരുടെ മുന്നമ്പം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കൂടെയാണെന്ന് പറയുന്നവർ, പക്ഷെ അവർ നിങ്ങളുടെ കൂടെയല്ല. BJP-ക്ക് ഒരൊറ്റ അജണ്ടയുള്ള ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഹിന്ദു രാജ്യം ഉണ്ടാക്കുക. അതിൽ മുസൽമാന്റെ പേരോ ക്രിസ്ത്യന്റെ പേരോ അവിടെ എഴുതി ചേർക്കുക പോലുമില്ല. മണിയടിച്ച് നിന്നാൽ മണിപ്പൂരിൽ അവസ്ഥ വരും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. ഹാഷ്മി ഈ ഒരു ന്യൂസിനെ കുറിച്ച് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. പത്തനംതിട്ട തിരുവല്ല കുമ്പനാട് കാരാൾ സംഘത്തിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. സ്ത്രീകളടക്കം 8ഓളം പേർക്ക് പരിക്കുണ്ട്. 10-ലധികം വരുന്ന സംഘം അകാരണമായി ആക്രമിച്ചതായി കാരൽ സംഘത്തിലുള്ളവർ പറയുന്നു. ഞങ്ങളൊരു 10-30 പേര്, ഇൻക്ലൂഡിങ് വിമൻ, ചിൽഡ്രൻ, കൊച്ചുകുട്ടികളും സ്ത്രീകളും പ്രായമുള്ള ആൾക്കാരും ഞങ്ങളുടെ ചേർച്ചിലൊരു മെമ്പറിൻ്റെ വീട്ടിലെ കാരൽ സിംഗിങ്ങിന് വന്നതാണ്. സിംഗിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഗേറ്റിൽ വലിയൊരു ഗേറ്റ് ക്രാഷിങ്ങും അൺപ്രൊവോക്ഡ് ആയിട്ട് ഒരു 10-12 പേര് വന്ന് ഞങ്ങളെ അടിക്കാൻ ശ്രമിച്ചു. നോ റീസൺസ്. അവർ വളരെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ മതിൽ ചാടി വലിയ ബ്ലോക്ക് എടുത്ത് ആൾക്കാരെ അടിക്കുകയും സ്ത്രീകളെ അടിക്കുകയും ആൻഡ് വളരെ ഫിൽത്തി ഫൗൾ ലാംഗ്വേജ് സംസാരിക്കുകയും. ഈ പരിപാടി കഴിഞ്ഞ് കാത്തിരുന്നു. അവർ ഗേറ്റിൽ പുറത്തു നിന്ന് അതിമാരകമായി അതിക്രമിച്ച് അകത്ത് കയറിയിട്ട് മർദ്ദിക്കുകയാണ്. പല ആളുകൾ ആശുപത്രിയിലാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് കയ്യും കെട്ടി നിൽക്കാൻ നിങ്ങൾക്ക് തോന്നും? ക്രിസംഗികളോടാ ചോദിക്കണം, നിങ്ങൾക്ക് ഇനിയും തോന്നുമോ എന്നുള്ളതാണ്. ഇവിടെ ഹലാലായിട്ടുള്ള കേക്ക് തിന്നരുതെന്നുള്ള വൃത്തികെട്ട നുണപ്രചരണങ്ങൾ നടത്തിയ ഒരു കൂട്ടം ക്രിസംഗികളുണ്ട്. എന്തിനാണ്? തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ട്. മുസ്ലിം വിരോധം നിങ്ങൾക്ക് തലയിലുണ്ട് എങ്കിൽ നിങ്ങളത് പതുക്കെ പുറത്തേക്ക് വെക്കാതെ അങ്ങ് മാറ്റി വെക്കുക. കാരണം നിങ്ങൾ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ആ പ്രശ്നമുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കൊന്നും ആ പ്രശ്നമില്ല. കാരണം അത് കേരളമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെ ചവിട്ടി താഴ്ത്തുമ്പോൾ കയ്യും കെട്ടി നോക്കി നിന്നതിന് കാലം തന്ന ഒരു മറുപടി ആയിട്ട് കണ്ടാൽ മാത്രം മതി. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ എന്നും തയ്യാറാണ്. കാരണം ഇത് കേരളമാണ്. ഓക്കെ, എന്തായാലും 4-5 പേരെ പിടിച്ചിട്ടുള്ളൂ. 12 ആളുകളുണ്ട്. അവരെ രാഷ്ട്രീയം എന്തുകൊണ്ട് പറയുന്നില്ല? അവരുടെ പേരുകൾ എന്തുകൊണ്ട് പറയുന്നില്ല? വലിയ ചോദ്യചിഹ്നമാണല്ലേ. ഓക്കെ, ന്യൂസ് മുഴുവനായിട്ടൊന്ന് കേൾക്കുക.
വൈകാരികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, അതുകൊണ്ടാണ്. എന്താണ് കാരണമെന്ന് അറിവുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇപ്പം കാരൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തിന്റെ പാട്ടുകൾ പാടിക്കൊണ്ട് ആൾക്കാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരു സംഘമാണല്ലോ എല്ലാ കാരൽ സംഘങ്ങളും. അവർക്കെതിരെ മരക്കഷ്ണം കൊണ്ടൊക്കെ അടിക്കുക എന്നൊക്കെ പറയാൻ നേരത്തെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം നിലനിന്നിരുന്ന സ്ഥലമാണോ? എന്താണ് കാരണം എന്ന് ഇവരോ പോലീസോ പറയുന്നുണ്ടോ? നിലവിൽ പോലീസ് അത്തരത്തിലൊരു വിവരം നമുക്ക് നൽകുന്നില്ല. കാരണം ഇതിനെ ഒരു പ്രാഥമികമായ വിവരം മാത്രമാണ് പോലീസ് ഇതുവരെ എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായി പോലീസിന്റെ ഒരു അന്വേഷണ പരിധിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു? ഇതൊരു വീടാണ്. ഈ വീട്ടിലാണ് പെന്തക്കോസ്ത് സംഘം ഈ ഒരു കാരോൾ സിംഗിങ് ആ വീടിനകത്താണ് നടത്തിയിരുന്നത്. അതാണ് പ്രകോപിപ്പിച്ചത്. ഇനി ഉച്ചത്തിൽ പാട്ട് വെച്ചതാണോ പ്രകോപിപ്പിച്ചത്, അതല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ അപ്പുറത്തോട്ട് പ്രകോപനത്തിന് പോയോ എന്നതിനെ കുറിച്ചൊന്നുള്ള ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കാര്യമായ രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ചെയിന് കൊണ്ട്, ചങ്ങല കൊണ്ട്, അതുപോലെ തന്നെ വലിയ മുട്ടൻ വടി കൊണ്ടുമാണ് മർദ്ദിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പരിക്കുകൾ എല്ലാവർക്കും ഉണ്ട്. 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പണ്ട് കറണ്ട് ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ ചൂട്ടുമേന്തിക്കൊണ്ട് കരോൾ സംഘങ്ങൾ ഓരോ വീടുകളിൽ കയറി ഇറങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അന്ന് രാഷ്ട്രീയം ആരും വലിയ രീതിയിൽ പറഞ്ഞിരുന്നില്ല, ആരും മതം പറഞ്ഞിരുന്നില്ല, ജാതി വേർതിരിവുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു? മുസ്ലിങ്ങളെ ചവിട്ടിത്താഴ്ത്തിയാൽ പിടിച്ചു കയറാൻ കഴിയും എന്നുള്ള ആ ഒരു വ്യാമോഹം കേരളത്തിൽ നടന്നില്ല. അടുത്തത് ക്രിസ്ത്യനാണ്. ക്രിസ്ത്യൻസിന്റെ തലയിൽ കയറി കഴിഞ്ഞാൽ ആരും മിണ്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കേരളം ഒന്നടങ്കം അതിനെ എതിർക്കുകയും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ BJP-ക്കാർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, കേരളത്തിൽ ഒരു പരിപ്പും വേവില്ല എന്നുള്ളത്. ഇനിയെങ്കിലും ഇമാതിരി കുരുട്ടുബുദ്ധിയുമായിട്ട് ഈ ഒരു പരിപാടി അവസാനിപ്പിച്ച് മാറി നിന്നില്ല എങ്കിൽ കേരളത്തിലെ ആളുകളുടെ വിരലിന്റെ പവർ നിങ്ങൾ കാണും. നിങ്ങൾ ഇനി ചിലപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇനി ഒരു MP പോലും ഇല്ലാത്ത രീതിയിൽ കേരളം മാറും. കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോടും ഞാൻ കാലിൽ പിടിച്ചപേക്ഷിക്കുകയാണ്, നിങ്ങൾ വർഗീയത കൊടുക്കരുത്. ഇനി ആരാണെങ്കിലും വർഗീയത സപ്പോർട്ട് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യണ്ട. എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് അവരെ പൊക്കിക്കൊണ്ടുവരുന്നത്? എന്തിനാണ്? ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചുവിട്ട MP നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. വയനാട് ലാൻഡ് സ്ലൈഡിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് കിട്ടിയ പണം പോലും തിരിച്ചു വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞപ്പോൾ അതിനെ തലകുലുക്കി സമ്മതിച്ചു കൊടുത്ത ആളാണ് സുരേഷ് ഗോപി. എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കാലം തീർക്കുന്ന കണക്ക് പോലെ ഇതൊന്ന് തീർത്തു കൊടുക്കുക. അല്ലാതെ എന്ത് പറയാനാ? ഒരു ഹിന്ദുവായ എനിക്ക് ഈ ഒരു വിഷയത്തിൽ വളരെയധികം വിഷമമുണ്ട്. ക്രിസ്ത്യാനിറ്റിയെ അടിച്ചമർത്തുക, മുസ്ലിങ്ങൾ അടിച്ചമർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള RSSകാർ ഓരോന്ന് പണിയെടുക്കുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് അവർ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവർ ഹിന്ദുക്കളല്ല, യഥാർത്ഥ ജന്തുക്കളാണ്. എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ആഘോഷിക്കും. അതിൻ്റെ പിന്നിൽ നിന്ന് കുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ കുത്തുന്ന കൊമ്പ് നിന്റെ നെഞ്ചത്തോട്ട് തന്നെ തറയ്ക്കും.